Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. 2 ദിവസമായി പെയ്യുന്ന മഴയിൽ വെള്ളത്തിൽ മുങ്ങി നാടും നഗരവും. ശക്തമായ മഴയിൽ പയ്യന്നൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. വീടുകളിലും റോഡുകളിലും വെള്ളം കയറിയതോടെ താമസവും യാത്രാ പ്രശ്നവും രൂക്ഷമായി. ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങൾ നഗരസഭാ അധികൃതർ സന്ദർശിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ ഏച്ചിക്കുന്ന് VCB കം ട്രാക്ടർ വേയുടെ ഉദ്ഘാടനം കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 96 ലക്ഷം രൂപ ചെലവിലാണ് ഏച്ചിക്കുന്ന് VCB കം ട്രാക്ടർ വേ നിർമ്മിച്ചത്. ജനതാദൾ മുൻ പാർലമെന്ററി ബോർഡ് ചെയർമാനും ഗ്രന്ഥശാല സംഘം മുൻ കൺട്രോൾ ബോർഡ് അംഗവുമായ പി കോരൻ മാസ്റ്ററുടെ 7ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ നീലലോഹിതദാസൻ നാടാർ ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിലെ കുഴികൾ അടക്കാതെ പൊതുമരാമത്ത് വകുപ്പ്. ഞായറാഴ്ച 10ഓളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. കുഴിയടച്ച് പ്രതിഷേധിച്ച നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ ഏച്ചിക്കുന്ന് VCB കം ട്രാക്ടർ വേയുടെ ഉദ്ഘാടനം കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 96 ലക്ഷം രൂപ ചെലവിലാണ് ഏച്ചിക്കുന്ന് VCB കം ട്രാക്ടർ വേ നിർമ്മിച്ചത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പെരുമ്പടവ് മാവള്ളപ്പൊയിൽ തോടിന് കുറുകെ നിർമ്മിച്ച ഏച്ചിക്കുന്ന് VCB കം ട്രാക്ടർ വേയുടെ ഉദ്ഘാടനം കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ നിയോജകമണ്ഡലത്തിൽ ജലസേവന വകുപ്പിന്റെ വാട്ടർ അതോറിറ്റിയുടെ പ്രത്യേക കർമ്മ പദ്ധതിയിൽ അതിനൊക്കെ നല്ല നിലയിൽ നേതൃത്വം കൊടുക്കാൻ പ്രിയപ്പെട്ട MLA കഴിയുന്നത് ഞങ്ങളൊക്കെ വളരെ സന്തുഷ്ടരാണ്. ഇവിടെ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ഇതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായി. MLA സൂചിപ്പിച്ചു ഇറിഗേഷൻ ആവശ്യമായ സമയത്ത് 96 ലക്ഷം രൂപ ചെലവിലാണ് ഏച്ചിക്കുന്ന് VCB കം ട്രാക്ടർ വേ നിർമ്മിച്ചത്. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, അന്നക്കുട്ടി ബെന്നി, സുഷമ വിൽസൺ, P ശ്രീദേവി, രാധാകൃഷ്ണൻ മാസ്റ്റർ, ഇല്ലിക്കൽ അഗസ്റ്റിൻ, ജോസഫ് കട്ടത്തറ, AP സത്താർ, ജോയി കൊന്നക്കൽ, K കുഞ്ഞു മുഹമ്മദ്, K ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജനതാദൾ മുൻ പാർലമെന്ററി ബോർഡ് ചെയർമാനും ഗ്രന്ഥശാല സംഘം മുൻ കൺട്രോൾ ബോർഡ് അംഗവുമായ പി കോരൻ മാസ്റ്ററുടെ 7ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ നീലലോഹിതദാസൻ നാടാർ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സോഷ്യലിസ്റ്റും മുതിർന്ന നേതാവുമായിരുന്ന തൃക്കരിപ്പൂരിലെ പി കോരൻ മാസ്റ്ററുടെ നാമധേയത്തിലുള്ള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. KMK ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ചെയർമാൻ TV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ മുഖ്യാതിഥിയായി. മുൻ MLA KP സതീഷ് ചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി PP രഘുനാഥ്, ട്രഷറർ EV ഗണേശൻ, RJD കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അഹമ്മദ് അലി കുമ്പള, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മഴ തിമിർത്ത് പെയ്തതോടെ വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് പയ്യന്നൂർ ബൈപ്പാസ് റോഡ്. പാതാളക്കുഴികൾ നിറഞ്ഞ റോഡിലൂടെയുള്ള വാഹനയാത്ര ദുരിതയാത്രയായി മാറുന്നു. തടി കേടാതിരിക്കാൻ ഇവിടെ എത്തിയാൽ ഇറങ്ങി നടക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ ഉള്ളത്. മഴക്കാലമൊന്ന് തുടങ്ങിയതേയുള്ളൂ. പയ്യന്നൂർ ബൈപ്പാസ് റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. 2 ആഴ്ച മുൻപേ പെയ്ത കനത്ത മഴയിൽ തകർന്ന റോഡ് ഒരു ദിവസം അടച്ചിട്ട് കോൺക്രീറ്റ് പ്രയോഗമൊക്കെ നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. മഴ വീണ്ടും ശക്തമായതോടെ പാതാളക്കുഴികളെല്ലാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇവിടമൊന്ന് താണ്ടാൻ കുറച്ചൊന്നും പണിപ്പെട്ടാൽ പോരാ. വാഹനം അതേതായാലും റോഡിലെ കുഴികളിൽ ചാടിച്ചാടി നടുപൊടിയും. കുലുങ്ങിയാടി ചെളിവെള്ളം തെറിച്ച് നടുപൊടിഞ്ഞൊരു യാത്ര. തടി കേടാകാതിരിക്കാൻ ഇറങ്ങി നടക്കുന്നതായിരിക്കും നല്ലത്. ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങൾ കാരണം ഗതാഗതക്കുരുക്കും ഇതിനൊപ്പം സഹിക്കണം. കുണ്ടും കുഴിയും നോക്കുന്നതിലും നല്ലത് റോഡ് എവിടെയെന്ന് നോക്കുന്നതാണ്. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത് എന്ന സിനിമാ ഗാനം വാഹനയാത്രികർ അറിയാതെ പാടിപ്പോകും. കഴിഞ്ഞ മഴക്കാലത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അന്നും നമ്മൾ വാർത്ത നൽകിയിരുന്നു. അതിൻ്റെ ഫലമായി അറ്റകുറ്റപ്പണി എന്ന പേരിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാൽ വീണ്ടും ഒരു മഴക്കാലം കൂടി എത്തിയതോടെ അതിലും മികച്ച രീതിയിൽ റോഡ് തകർന്നു. അതോടെ ഇതുവഴിയുള്ള യാത്ര വീണ്ടും ദുരിതയാത്രയായി മാറി. ബൈപ്പാസ് റോഡ് മെക്കാഡൻ ടാറിംഗ് ചെയ്യാൻ തീരുമാനമായെന്നൊക്കെ നഗരസഭ അറിയിച്ചിരുന്നു. എന്നാൽ മഴക്കാലം തീരുമ്പോഴേക്കും ബൈപ്പാസ് റോഡിന്റെ ഏതെങ്കിലും ഒരു നല്ല ഭാഗം മെക്കാഡൻ ടാറിംഗ് ചെയ്യാൻ ഇവിടെ ബാക്കിയുണ്ടായാൽ ഭാഗ്യം. ഈ ദുരിതം ഇനി എത്ര കാലം സഹിക്കണമെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിലെ കുഴികൾ അടക്കാതെ പൊതുമരാമത്ത് വകുപ്പ്. ഞായറാഴ്ച 10ഓളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. കുഴിയടച്ച് പ്രതിഷേധിച്ച് നാട്ടുകാർ. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന താവം പഴയങ്ങാടി മേൽപ്പാലത്തിലെ കുഴികളുടെ എണ്ണം ദിനേന കൂടി വരികയാണ്. റോഡിലെ വലിയ കുഴികളിൽ വീണ് വാഹനയാത്രക്കാർക്ക് അപകടം പറ്റുന്നതും പതിവ് കാഴ്ചയായി മാറി. ശക്തമായ മഴ കൂടി പെയ്തതോടെ ഞായറാഴ്ച മാത്രം 10ഓളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു. ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയുമുള്ളത്. അപകടങ്ങൾ കണ്ടുമടുത്തതോടെ കനത്ത മഴയെയും വകവയ്ക്കാതെ നാട്ടുകാർ തന്നെ കുഴിയടക്കാനും രംഗത്തിറങ്ങി. ടി സജീവൻ, CK രതീഷ്, E രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. കൃത്യമായ രീതിയിൽ പാലത്തിലെ കുഴിയടക്കാൻ അടിയന്തര നടപടികൾ തന്നെ അധികൃതർ കൈക്കൊള്ളണമെന്ന ആവശ്യവും നാട്ടുകാർക്കിടയിൽ ശക്തമാകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സ്വകാര്യ വ്യക്തിയുടെ ചാണകക്കുഴിയിലെ മലിനജലം കിണറിലേക്കും പറമ്പിലേക്കും ഒഴുകിയെത്തുന്നതായി പയ്യന്നൂർ മടത്തുംപടി ക്ഷേത്ര പരിസരത്തെ 2 വീട്ടുകാരുടെ പരാതി. പയ്യന്നൂർ നഗരസഭ അധികൃതർക്കടക്കം പരാതി നൽകിയിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല. പയ്യന്നൂർ മടത്തുംപടി ക്ഷേത്രത്തിന് സമീപത്തെ AK ഉണ്ണികൃഷ്ണൻ, ഭാര്യ T ഭവാനി, സമീപത്തെ AK സതി എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. മതിയായ ശുചിത്വ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് അയൽവാസി പശുവിനെയും മറ്റു വളർത്തുമൃഗങ്ങളെയും പരിപാലിക്കുന്നത് എന്നാണ് ഇവരുടെ പരാതി. ആവശ്യമായ ചാണകക്കുഴിയോ വൃത്തിയുള്ള ആലയോ നിർമ്മിക്കാതെ പശുവളർത്തൽ നടത്തുന്നത് സമീപവാസികൾക്ക് വലിയ ദുരിതം സൃഷ്ടിക്കുകയാണെന്നും ഇവർ പറയുന്നു. മഴ കനത്തതോടെ ചാണകവും ഗോമൂത്രവും കലർന്ന മലിനജലം വീട്ടുപറമ്പിലേക്കും കിണറിലേക്കും ഒഴുകിയെത്തി. രൂക്ഷമായ ദുർഗന്ധവും രോഗപകർച്ചാ ഭീതിയും കൊതുക് ശല്യവും ഒക്കെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണിവർ. അത് അപ്പുറത്തെ വീട്ടിലത്തെ ആ മൂത്രവും വെള്ളം വന്നിട്ട് നമുക്കിവിടെ ഒരു നിവർത്തിയില്ല. വടക്ക് ഭാഗത്താണ്, അടുക്കള ഭാഗത്താണ്. എപ്പോൾ ഭയങ്കര സ്മെല്ലും ഇതെല്ലായതുകൊണ്ട് പിന്നെ അത് എന്തെന്നാ ചെയ്യേണ്ടത്. കുറേ പരാതിയെല്ലാം കൊടുത്തു മുനിസിപ്പാലിറ്റിയിൽ. അവരിനിടെ വന്ന് നോക്കിനി അവരോട് ഇതെല്ലാം പറഞ്ഞിട്ട് പോയിനിന്നാണ് പറഞ്ഞത്. നമ്മളോടൊന്നും ചോദിക്കാനൊന്നും വന്നിട്ടില്ല അവർ. ഇതിപ്പോൾ ഈ അപ്പുറത്തുനിന്ന് ഒഴുകി മുമ്പിൽ വരെ വന്നിട്ട് വെള്ളം നിൽക്കുന്നു. ഇതുകൊണ്ട് ഇവിടെ എൻ്റെ ഭർത്താവിന് തീരെ സുഖമില്ല. കുറേ ആയി 3-4 കൊല്ലമായി സുഖമില്ലാണ്ട്. ഒരു ജാതി ചൊറിച്ചലും ഇതെല്ലാം. ഇനി അത് അതിൻ്റെ ഇത് കൊണ്ടാണോ കിണറിലേക്ക് ഒഴുകി വരുന്നുണ്ട്.
അതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക്. കുറേ പറഞ്ഞു, എല്ലാവരോടും പരാതി പറഞ്ഞു, ആരും ഇനിയൊരു ഇത് കാണുന്നില്ല, ആക്കുന്നില്ല. ഈ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് ഓല കെട്ടിയിട്ട് ഷീറ്റ് മാത്രം വലിച്ചു കെട്ടിയിട്ട് മൂത്രം അങ്ങനെ പോകുന്നു, ഇങ്ങനെ തന്നെ നിലത്ത് തന്നെ പോകുന്നു. അതുപോലെ തന്നെ ചാണവും വെള്ളവും എല്ലാം രാവിലെ ഒന്നും ആ വീട്ടിലത്ത് കാണാനാവില്ല, അത്രയ്ക്ക് വൃത്തികേടാണ്. 2 പശു ചത്തിട്ട് കളത്തിൽ ഇപ്പം തന്നെ കുഴിച്ചിട്ട് പോയത്, കേടി കൊണ്ടുപോയി അതിൻ്റെ എന്തെങ്കിലും മോശം അടിയിലേക്കൂടെ വന്നിട്ട് കിണറ്റിലേക്ക് ബാധിക്കാം അത്രയേ ഉള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് പറഞ്ഞു ആൾ ആരെങ്കിലും സമ്മതിക്കുമോ അത് MLA ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ഇവിടെ ആകട്ടെ. അത് ഇപ്പം എല്ലാ മഴ വരുമ്പോഴും ഈ ഉണ്ണിയേട്ടനും ഭവാനീച്ചിയും വിളിക്കാറുണ്ട്. നോക്കുമ്പം ഇവിടെ എപ്പോഴും ഫുള്ള് ചളി പുളിയായിട്ടാണ് കാണുന്നത്. കിണറ്റിലേക്ക് എല്ലാം വെള്ളം ഈ അഴുക്ക് വെള്ളമാണ് വരുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം നോക്കുമ്പോൾ അവർ കാണുമ്പം അത് അവിടുന്ന് ചാണകം മൂത്രത്തിൻ്റെ വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് പശുവിനെ വളർത്തുമ്പോൾ ചെയ്യേണ്ട ആ ഒരു കോൺക്രീറ്റ് തറയും ടാങ്കൊക്കെ ആക്കിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് ഇവർ മുനിസിപ്പാലിറ്റി പരാതിയൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അത് അവർ വന്ന് നോക്കി അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനൊരു പരിഹാരമാവും. അപ്പം അത് എത്രയും പെട്ടെന്ന് ആയി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാം. ജീവിതോപാധി എന്ന നിലയിൽ പശുക്കളെ വളർത്തുന്നത് സ്വാഗതാർഹമാണ്. എന്നാൽ അടുത്തടുത്ത് വീടുകളുള്ള ഏറ്റവും ഇടുങ്ങിയ ഇടങ്ങളിൽ പശുക്കളെ വളർത്തുമ്പോൾ കൃത്യമായ ശുചിത്വ മാനദണ്ഡം പാലിക്കേണ്ടതുണ്ട്. കുടിവെള്ളം പോലും മലിനമായപ്പോഴാണ് നഗരസഭാ അധികൃതർക്ക് രേഖാമൂലം പരാതി നൽകിയത്. സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ നിന്നും ശുചിത്വ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുകയും ഇത്തരത്തിൽ മലിനജലം ഒഴുക്കിവിടരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും അതിന് പരിഹാരമായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് തല നടീൽ ഉദ്ഘാടനം ഒരന്നെടുത്ത് ചാലിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ചെണ്ടുമല്ലി തൈകൾ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് തല നടീൽ ഉദ്ഘാടനം ഒരന്നെടുത്ത് ചാലിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ചെണ്ടുമല്ലി തൈകൾ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഓണത്തിന് നമുക്ക് പൂക്കൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്വാഭാവികമായും ഓണത്തിന് പൂക്കൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് പകരമായി നമ്മുടെ നാട്ടിൽ തന്നെ പൂവ് ഉൽപ്പാദിപ്പിച്ച് അത് വിൽപ്പന നടത്തി അത് ഉപയോഗിക്കുക എന്നൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ 2-3 വർഷമായി ഈ പദ്ധതി നടപ്പാക്കി വരുന്നത്. നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാ ഗ്രാമപഞ്ചായത്തിലും കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ വിജയകരമായി ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും നമുക്ക് നല്ല വിളവെടുപ്പ് ഈ പൂക്കൃഷിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. ഇത്തവണ ചെണ്ടുമല്ലി ചെടിക്ക് പുറമെ തന്നെ വാടാർമല്ലി ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഭാഗത്തും പൂക്കൃഷി ഒരുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ആവശ്യമുള്ള മുഴുവൻ പൂക്കളും നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു അധ്യക്ഷത വഹിച്ചു. ഒരന്നെടുത്തുചാൽ പൗർണമി പവിഴം കുടുംബശ്രീകളുടെ നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലി, വാടാർമല്ലി എന്നിവ കൃഷി ചെയ്യുന്നത്. ഓണത്തിന് ചെറുതാഴം പഞ്ചായത്തിൽ ആവശ്യമായ മുഴുവൻ പൂക്കളും പഞ്ചായത്ത് പരിധിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനാണ് JLG ഗ്രൂപ്പുകൾ ലക്ഷ്യമിടുന്നത്. കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം TV കമല, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശൻ പേരൂൽ, കുടുംബശ്രീ സെക്രട്ടറി ഗീത VV, സുരേഷ് ബാബു VV, കൃഷി ഉദ്യോഗസ്ഥരായ ശിവകുമാരി PP, സ്മിത K, ഷൈമ PV എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ പിലാത്തറയിൽ വീണ്ടും ദേശീയപാത തകർന്നു. സർവീസ് റോഡിൽ പിലാത്തറ UP സ്കൂൾ പരിസരം, പീരക്കാൻ തടം എന്നീ ഭാഗങ്ങളിലാണ് കുഴികൾ രൂപപ്പെട്ടത്. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ പിലാത്തറയിൽ വീണ്ടും ദേശീയപാത തകർന്നു. സർവീസ് റോഡാണ് തകർന്നത്. റോഡിൽ വിവിധയിടങ്ങളിൽ കുഴികൾ രൂപപ്പെടുകയായിരുന്നു. നിർമ്മാണ കമ്പനി എത്തി ഗതാഗതം തടസ്സപ്പെടുത്തി കുഴിയടച്ചു. ഇത് ഗതാഗതക്കുരുക്കിനും കാരണമായി. സർവീസ് റോഡിൽ പിലാത്തറ UP സ്കൂൾ പരിസരം, പീരക്കാന്തളം എന്നീ ഭാഗങ്ങളിലാണ് ചെറുതും വലുതുമായ 5ഓളം കുഴികൾ രൂപപ്പെട്ടത്. വാഹനങ്ങളേറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോയത്. ടാർ ചെയ്ത ഭാഗം ഇടിഞ്ഞു താണ നിലയിലാണ്. കുഴികൾ രൂപപ്പെട്ടത് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇനി മഴക്കെടുതി. മഴ കനത്തതോടെ പയ്യന്നൂർ നഗരസഭയിലെ റോഡുകൾ വെള്ളത്തിൽ മുങ്ങി.
പ്രധാന റോഡുകളിൽ വെള്ളം കയറിയതോടെ ഇരുചക്രവാഹന യാത്രികരും കാൽനടയാത്രക്കാരും ദുരിതത്തിലായി. 2 ദിവസങ്ങളിലായി കനത്തു പെയ്ത മഴയിൽ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ഇതോടൊപ്പം തോടുകളും പുഴകളും കരകവിഞ്ഞതോടെ നഗരസഭാ പരിധിയിലെ പല റോഡുകളും വെള്ളത്തിൽ മുങ്ങി. വാഹനയാത്രക്കാരെയും കാൽനടയാത്രികരെയും ഇത് ദുരിതത്തിലാക്കി. റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയത് ഇരുചക്രവാഹന യാത്രികരെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത്. പെരുമ്പത്തോട് കരകവിഞ്ഞതോടെ പയ്യന്നൂർ നഗരസഭ ബൈപ്പാസ് റോഡ് പൂർണ്ണമായും വെള്ളത്തിലായി. അമ്പലത്തറ കോറോം റോഡ്, അന്നൂർ റോഡ്, കണ്ടങ്കാളി റോഡ്, കൊക്കാനിശ്ശേരി കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി റോഡ്, മുതിയലം പരവന്തട്ട റോഡ്, തായ്നേരി കുറിഞ്ഞി റോഡ് എന്നീ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. തീരദേശ മേഖലയായ കവ്വായിയിലെ പല പ്രദേശങ്ങളും സമാന സ്ഥിതിയിലാണ്. അതിതീവ്ര മഴ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അതിനാൽ തന്നെ ഓരോരുത്തരും സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണമെന്നും അനാവശ്യമായ യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശക്തമായ മഴയിൽ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. വീടുകളിലും റോഡുകളിലും വെള്ളം കയറിയതോടെ താമസവും യാത്രാ പ്രശ്നവും രൂക്ഷമായി. ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങൾ നഗരസഭ അധികൃതർ സന്ദർശിച്ചു. വീടുകളിൽ വെള്ളം കയറിയ വെള്ളൂർ, തായ്നേരി, അന്നൂർ, പരവന്തട്ട, കാനായി, കണ്ടോത്ത്, പങ്ങടം തുടങ്ങിയ സ്ഥലങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, കൗൺസിലർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഓവർസിയർമാർ, വില്ലേജ് അധികൃതർ തുടങ്ങിയവർ സന്ദർശിച്ചു. വീട്ടിൽ വെള്ളം കയറി താമസിക്കാൻ കഴിയാതെയായവർ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ വെള്ളം നീക്കുവാനുള്ള നടപടിയും സ്വീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദിവസങ്ങളായി നിർത്താതെ പെയ്യുന്ന മഴയിൽ തൃക്കരിപ്പൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും തീരമേഖലയും വെള്ളത്തിൽ മുങ്ങി. നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി ജനങ്ങൾ ദുരിതത്തിലായി. തീരദേശ മേഖലയിലൂടെ കടന്നു പോകുന്ന ഗ്രാമീണ റോഡുകൾ വെള്ളത്തിനടിയിലായതോടെ ഇരുഭാഗങ്ങളിലുമുള്ള ജനങ്ങളുടെ യാത്ര മുടങ്ങിയ നിലയിലാണ്. ടാറിംഗ് റോഡുകളിൽ പലയിടങ്ങളിലും 3 അടിയോളം വെള്ളം ഉയർന്ന് വെള്ളക്കെട്ട് ദിവസങ്ങളായി തുടരുകയാണ്. നിർത്താതെ പെയ്യുന്ന മഴയ്ക്ക് ശമനമില്ലാതെ വെള്ളക്കെട്ടിന് പരിഹാരമാവില്ല എന്നത് ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. പടന്ന പഞ്ചായത്തിലെ നടക്കാവ് OTC കാപ്പുകുളം റോഡ്, തൃക്കരിപ്പൂർ നിലമ്പം തട്ടിൽ റോഡ്, മീലിയാട്ട് കിഴക്കേക്കര അംബേദ്കർ റോഡ്, പേക്കടം തട്ടിൽ റോഡ്, മുജമ്മൽ ആണ്ടയിൽ റോഡ്, എടാട്ടുമ്മൽ കുണിയൻ റോഡ് എന്നിവയെല്ലാം വെള്ളത്തിനടിയിലായി. നിലമ്പം തട്ടിൽ റോഡിൽ ഇരുഭാഗത്തെയും വയലുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ച് റോഡിലൂടെ നിറഞ്ഞൊഴുകുകയാണ്. കനത്ത മഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. തിങ്കളാഴ്ച പുലർച്ചെ മീലിയാട്ട് കിഴക്കേക്കര അംബേദ്കർ കോളനി റോഡിലെ ചെമ്മങ്ങാട്ട് യശോദയുടെ വീടിന്റെ അടുക്കളയിലേക്ക് വെള്ളം ഇരച്ചു കയറി. റോഡ് കവിഞ്ഞെത്തിയതോടെ വെള്ളം വീട്ടുകാർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിലാണുള്ളത്. പടന്ന പഞ്ചായത്തിലെ നടക്കാവ് 9-ാം വാർഡിൽപ്പെടുന്ന OTC കാപ്പുകുളം റോഡിലെ ടൈലർ AV സുധാകരൻ, പെയിന്റർ V രമേശൻ, K നബീസ, K ഖദീജ തുടങ്ങിയവരുടെ വീട്ടിലേക്ക് വെള്ളം കയറി. സുധാകരന്റെ വീട്ടുവളപ്പിലെ ചുറ്റുമതിൽ തകർന്നു വീണു. വീടിന് സമീപത്തെ വർക്ക് ഷെഡ് പൂർണ്ണമായും വെള്ളം കയറി. ഫർണിച്ചറുകളും മരഉരുപ്പിടികളും തയ്യൽ മെഷീനും നശിച്ചു. പെയിന്റർ രമേശന്റെ വീട് മാറി താമസിക്കേണ്ട അവസ്ഥയിലാണ്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത ഉയരത്തിലാണ് വെള്ളം പൊങ്ങിയത്. തൃക്കരിപ്പൂർ, വെള്ളാപ്പ്, മീലിയാട്ട് നിരവധി കുടുംബാംഗങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. ഇതോടൊപ്പം കയ്യൂർ, ചീമേനി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളത്താൽ ചുറ്റപ്പെട്ട വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ ബുദ്ധിമുട്ടുന്ന തൃക്കരിപ്പൂർ വടക്കേക്കോവലിലെ അഞ്ചിലത്ത് സഫിയയെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും മാറ്റിപ്പാർപ്പിച്ചു. അസുഖബാധിതയായ വയോധികയെ സ്ട്രെച്ചറിൽ കിടത്തിയാണ് ബന്ധുവീട്ടിലേക്ക് മാറ്റിയത്. വർഷങ്ങളായി പടന്ന 9-ാം വാർഡിലെ 80 വയസ്സ് പിന്നിട്ട അഞ്ചിലത്ത് സഫിയയുടെ വീട് വെള്ളത്താൽ ചുറ്റപ്പെട്ടു. വീട്ടിൽ നിന്നും 500 മീറ്റർ അകലെയുള്ള ബന്ധുവീട്ടിലേക്ക് കുടുംബത്തെ മാറ്റി പാർപ്പിച്ചു. കട്ടിലിൽ എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ താഴെ വീണ് തുടയിലിന് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാണ് സഫിയ. നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ ആശുപത്രിയിലേക്ക് പോകാൻ റോഡില്ലാതെ ബുദ്ധിമുട്ടിയ സഫിയയ്ക്ക് കഴിഞ്ഞ വർഷം ജനപ്രതിനിധികളുടെ ഇടപെടലിൽ ചെറിയൊരു വഴിയായിരുന്നു തുറന്നു കിട്ടിയത്. ഇവർക്കൊപ്പം മകൾ സലീനയും കൊച്ചുമക്കളുമാണ് താമസിച്ചു വരുന്നത്. മഴ കനത്തതോടെ ഇവരുടെ വീടിന്റെ 3 ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇവരുടെ ദുരിതമറിഞ്ഞ് തിങ്കളാഴ്ച തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരന്റെ നിർദ്ദേശപ്രകാരം സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുമാണ് വയോധികയെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയത്. സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ KNC ഇബ്രാഹിം, വോളണ്ടിയർ K രൂപേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ട്രക്ചറിൽ കിടത്തിയാണ് സഫിയെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയത്.
നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കാരമേൽ അന്നൂർ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ്. വെള്ളം എങ്ങോട്ടും ഒഴുകിപ്പോകുന്നില്ല. പുതിയ കാലത്തെ മതിൽ സുരക്ഷാ സംസ്കാരം മഴക്കാലത്ത് പല പ്രദേശങ്ങളെയും വെള്ളത്തിൽ മുക്കുകയാണ്. മഴ പെയ്തതോടെ കാരമേൽ അന്നൂർ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. വെള്ളം എങ്ങോട്ടും ഒഴുകിപ്പോകുന്നില്ല. റോഡരികിൽ ഓവുചാലൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നിറഞ്ഞു കവിഞ്ഞ് റോഡും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണിപ്പോൾ. മുട്ടോളം വെള്ളത്തിലൂടെ വേണം നടന്നു പോകാൻ. വാഹനങ്ങൾ രണ്ടും കൽപ്പിച്ചുള്ള യാത്രയാണ് നടത്തുന്നത്. ഇരുചക്ര വാഹനങ്ങൾ പകുതിയും മുങ്ങിയ നിലയിലാണ് ഇതുവഴി കടന്നു പോകുന്നത്. എല്ലാ മഴക്കാലത്തും ഇവിടെ അവസ്ഥ ഇങ്ങനെ തന്നെ. മഴയത്തു മുൻപേ നഗരസഭാധികൃതർ പ്രദേശത്തെ ഓവുചാലുകളൊക്കെ വൃത്തിയാക്കിയിരുന്നുവെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല. ഒരു ഭാഗത്ത് മാത്രം ഓവുചാൽ നിർമ്മിച്ചത് കാരണമാണ് വെള്ളം ഒഴുകിപ്പോകാത്തതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റേ ഭാഗത്ത് ഓത്തിയാക്കിയില്ല, ഈ ഭാഗത്ത് മാത്രം ഓത്തിയാക്കി. ഈ ഭാഗത്തെ മതിലും ഇതെല്ലാം പൊളിച്ചു, ആ ഭാഗത്തെ മതിലൊന്നും പൊളിച്ചില്ല, ഓത്തിയാക്കിയില്ല. അതന്നെ എൻ്റെ പ്രധാന പ്രശ്നം. ആ ഭാഗത്തുകൂടെ ഓത്തിയാക്കുകയാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ നിൽക്കില്ല. ആരോപണമൊക്കെ ശരി തന്നെ, പക്ഷേ അതിനുമപ്പുറം ചില കാര്യങ്ങളുണ്ട്. പെയ്ത മഴവെള്ളം മുഴുവനും ഓവുചാലിൽ കൂടി തന്നെ ഒഴുകിപ്പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നവർ പുതിയ കാലത്തെ മതിൽ സംസ്കാരത്തെക്കുറിച്ചും സ്വയം വിമർശനം നടത്തേണ്ടതുണ്ട്. മഴവെള്ളത്തിന്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെടുത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി നടപടികൾ സ്വീകരിച്ചാൽ ഈ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കഴിഞ്ഞ ദിവസം വീശിയടിച്ച ശക്തമായ കാറ്റിലും മഴയിലും കരിവെള്ളൂർ പാലത്തറ കിഴക്ക് സീമന്തിനിയുടെ വീടിന്റെ പോർച്ചും വാട്ടർ ഹീറ്ററും തകർന്നു. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കഴിഞ്ഞ ദിവസം വീശിയടിച്ച കാറ്റിലും മഴയിലും കരിവെള്ളൂർ പാലത്തറ കിഴക്ക് PK സീമന്തിനിയുടെ വീടിന്റെ പോർച്ചിലേക്ക് പ്ലാവ് കടപുഴകി വീണു. പോർച്ചിന്റെ മേൽക്കൂരയും അവിടെ സ്ഥാപിച്ചിരുന്ന വാട്ടർ ഹീറ്ററും തകർന്നു. 50,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. സംഭവം നടക്കുമ്പോൾ സീമന്തിനിയും കിടപ്പിലായ ഭർത്താവും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പ്രദേശത്ത് വ്യാപകമായ നാശം വിതച്ചാണ് കാറ്റ് കടന്നുപോയത്. ഇന്നലെയാണ് ഉണ്ടായിരുന്നത് സംഭവം. പിന്നെ പെട്ടെന്ന് ഇപ്പം എന്തെന്ന് ഇവിടുന്ന് ചെയ്യേണ്ടത് നമുക്കൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ ആരോട് ചോദിച്ചു, പഞ്ചായത്തിൽ പിന്നെ പോണ്ടതാണെന്നാണ്. അപ്പം മേലെ സോളാറും ഉണ്ട്, അതും എല്ലാം പൊട്ടിപ്പോയി. അതിൻ്റെ മേലെയാണ് ഇത് വീണത്. അപ്പുറത്തെ വീട്ടിലത്തെ ഇതും പിന്നെ പൊട്ടിയിട്ട് നമ്മളെ വളത്തിലേക്ക് വന്നു. കരിവെള്ളൂരും പരിസര പ്രദേശങ്ങളും വെള്ളം കയറി. വയലുകളടക്കം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. റോഡുകളും വെള്ളത്തിൽ മുങ്ങിയതോടെ നടന്നു പോകാനാകാത്ത സ്ഥിതിയുമുണ്ട്. കനത്ത മഴയിൽ കരിവെള്ളൂരും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറി. പാടങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടങ്ങൾ വെള്ളം കയറി കിടക്കുന്നത് കണ്ടാൽ കായലാണെന്നേ തോന്നും. തോടുകൾ നിറഞ്ഞു കവിഞ്ഞു. റോഡുകളൊക്കെ വെള്ളത്തിനടിയിലാണ്. ചില പ്രദേശങ്ങളിൽ റോഡിന് ഓവുചാലില്ലാത്തതാണ് വെള്ളം റോഡിൽ കെട്ടിക്കിടക്കാനും റോഡിൽ കൂടി ഒഴുകി പോകാനും കാരണം. അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാരുടെ കാര്യമാണ് കഷ്ടത്തിലാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. നിർത്താതെ പെയ്ത മഴയിൽ പയ്യന്നൂർ കോറോം കോക്കോട്ട് പനയംവയൽ ഭാഗത്തും വീടുകൾ വെള്ളക്കെട്ടിലായി. വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയായതോടെ പലരും വീടുകൾ മാറി താമസിച്ചു. നിർത്താതെ പെയ്ത മഴ രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഈ പ്രദേശങ്ങളിലുണ്ടാക്കിയത്. പനയംവയലിലെ അരമന ദാമോദരന്റെ വീട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഇവിടെ താമസിക്കാൻ കഴിയാതെയായതോടെ വീട്ടുകാർ തിങ്കളാഴ്ച രാവിലെ മുതൽ മാറി താമസിച്ചു. ഇവർക്ക് ഇവിടെ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം പോകാനുള്ള ഒരു സൗകര്യമില്ല. അതുകൊണ്ട് ഇവിടെ എപ്പം വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പം ഇന്നലെ അവർ ഇവിടുന്ന് മാറി താമസിക്കുന്നു. അതുകൊണ്ട് അതിനെന്താണെന്ന് വെച്ചാൽ ഒരു പോകാൻ വഴി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിരുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകിപ്പോകുവാനുള്ള എല്ലാ വഴികളും അടഞ്ഞതാണ് പ്രതിസന്ധി ഇത്ര രൂക്ഷമാക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കനത്ത മഴയിൽ വെള്ളം കയറി പിലിക്കോട് കാലിക്കടവ് ടൗണിൽ വ്യാപാരികളും നാട്ടുകാരും ദുരിതത്തിലായി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരുക്കിയ സർവീസ് റോഡിലും ടൗണിലെ എരവിൽ റോഡ് ജംഗ്ഷനു സമീപവുമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്.
ആഴ്ചകൾക്ക് മുൻപ് പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് പരിസരത്തെ വ്യാപാരികളുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും തൊഴിലിനെ ബാധിക്കുന്ന തരത്തിൽ സർവീസ് റോഡിലുണ്ടായ വെള്ളക്കെട്ട് തിങ്കളാഴ്ച രാവിലെ വീണ്ടും രൂപപ്പെട്ടു. ഇതോടൊപ്പം കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള പഴയ ബസ് സ്റ്റോപ്പ് മുതൽ KSEB ഓഫീസിനടുത്ത് വരെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് പ്രദേശത്തെ 15ഓളം വ്യാപാരികളുടെ വ്യാപാരം നിലയ്ക്കാൻ കാരണമായി. കടയുടെ വരാന്ത വരെ വെള്ളം നിറഞ്ഞതോടെ കടകൾ ഓരോന്നായി വ്യാപാരികൾ അടക്കുകയായിരുന്നു. രാവിലെ തുറക്കുമ്പോൾ ചെറിയ തോതിലാണ് വെള്ളമുണ്ടായതെങ്കിൽ കുറച്ചു കഴിഞ്ഞ് ക്രമാതീതമായി വെള്ളം ഉയരുകയായിരുന്നു. ഓവിച്ചാൽ മുങ്ങി നീങ്ങിയ വെള്ളത്തിന്റെ ഒഴുക്ക് വ്യാപാരികളെയും നാട്ടുകാരെയും ഒരുപോലെ ദുരിതത്തിലാക്കി. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി അധികൃതരുടെയും മേൽനോട്ടം വഹിക്കുന്നവരുടെയും അശ്രദ്ധയാണ് മഴ തുടങ്ങിയപ്പോഴേ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളമൊഴുകിയെത്താൻ കാരണമായതെന്ന് വ്യാപാരികൾ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. മഴ ഇന്നും ഇന്നലെ വരുന്നതല്ല. കാരണത്താൽ ഏതാണ്ട് 1-2 വർഷമായി നമ്മൾ ഇത് അനുഭവിക്കുന്നത്. വ്യാപാരികൾ ഏതാണ്ട് MR ബേക്കറി മുതൽ ഈ സിൻഡിക്കേറ്റ്, പഴയ സിൻഡിക്കേറ്റ് ബാങ്കും അതേമാതിരി കൾവെട്ട് വരെ ഏത് സമയത്തും ഈ മഴക്കാലത്ത് വെള്ളമാണ്. ഈ വ്യാപാരികൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതിൻ്റെ ഒരു ദുരിതത്തിലാണുള്ളത്. ഇപ്പോൾ പിന്നെ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഇത് ഞങ്ങൾ ചെയ്യേണ്ടതല്ല, ഹൈവേക്കാർ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. ഹൈവേക്കാർ ഈ സമയത്ത് ഡ്രൈനേജ് കംപ്ലീറ്റ് JCB വെച്ച് വൃത്തിയാക്കി. പക്ഷേ പഞ്ചായത്ത് ചെയ്യേണ്ട ഈ കൾവെട്ടിന് അപ്പുറമുള്ള എരവിൽ ഭാഗത്തേക്കുള്ള ഡ്രെയിനേജ് വൃത്തിയാക്കിയിട്ടില്ല. പക്ഷേ അവിടുന്ന് ഇപ്പോൾ ഓവർഫ്ലോ ആയിട്ടാണ് വെള്ളം പോകുന്നത്. ഇപ്പം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ഇപ്പം വെള്ളം ഇങ്ങനെ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ മാത്രമല്ല, കാരണം വെച്ചാൽ ആർക്കും സാധനം വാങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനൊക്കെ കട തുറക്കാൻ പറ്റുന്നില്ല. തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് സാധനം കൊടുക്കാൻ പറ്റുന്നില്ല. കനത്ത മഴയിൽ വീടിന് സമീപത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കുറ്റൂർ നെല്ലിയാട്ടെ CP ബാബുരാജന്റെ വീട്ടിലെ കിണറാണ് താഴ്ന്നത്. വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കനത്ത മഴയെ തുടർന്ന് വീടിന് സമീപത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കുറ്റൂർ നെല്ലിയാട്ട് അങ്കനവാടിക്ക് സമീപത്തെ CP ബാബുരാജിന്റെ വീട്ടിലെ കിണറാണ് താഴ്ന്നത്. കല്ലുകൊണ്ട് കെട്ടിയ ആൾമറ കിണറിലേക്ക് പതിച്ചു. തിങ്കളാഴ്ച രാവിലെ 10:30ഓടെയാണ് സംഭവം നടന്നത്. ഇന്ന് കാലത്ത് 10:30-ക്ക് നല്ല മഴയായിരുന്നു. ആ സമയത്താണ് കിണർ ഒരു ഭാഗത്ത് ഇടിഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ മറ്റേ ഭാഗം ഇടിച്ച് കംപ്ലീറ്റ് ഇടിഞ്ഞ് പോകുന്നത്. നമ്മൾ വെള്ളം എടുക്കാനും കുളിക്കാനും ഭക്ഷണത്തിനും പാകം ചെയ്യാനും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാത്തിൽ EK നായനാർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത കഥാകൃത്ത് TP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ EK നായനാർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. മലയാളിയും മാധ്യമങ്ങളും എന്ന വിഷയത്തിലാണ് പ്രഭാഷണം സംഘടിപ്പിച്ചത്. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത കഥാകൃത്ത് TP വേണുഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് പുരോഗതിയുടെ സംസ്ഥാനമാണ്. സാക്ഷരതയിൽ അങ്ങനെ എല്ലാ കാര്യവും ശിശുമരണമൊക്കെ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. നമുക്ക് അഭിമാനത്തോട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇതൊക്കെ ശരിയാണതാണ്. ചടങ്ങിൽ V ഗോപാലൻ മാസ്റ്റർ അധ്യക്ഷനായി. KC ശ്രീകുമാർ, M രാജേഷ്, TM സതീശൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ശാസ്ത്രീയമായി നിരവധി നീന്തൽ പരിശീലകരെ വാർത്തെടുക്കുവാൻ വേണ്ടി ആരംഭിച്ച ബേസിക് ട്രെയിനേഴ്സ് ട്രെയിനിംഗ് പുരോഗമിക്കുന്നു. 47ാമത് പയ്യന്നൂർ റോവർ ക്രൂവിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ കമ്മീഷണർ KV ജയറാമിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടത്തിവരുന്നത്. 47ാമത് പയ്യന്നൂർ റോവർ ക്രൂവിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ കമ്മീഷണർ KV ജയറാമിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന നീന്തൽ രംഗത്ത് ശാസ്ത്രീയമായി നിരവധി പരിശീലകരെ വാർത്തെടുക്കുവാൻ വേണ്ടി ആരംഭിച്ച ബേസിക് ട്രെയിനേഴ്സ് ട്രെയിനിംഗ് പുരോഗമിക്കുന്നു. ഈ ട്രെയിനിംഗിൽ മസിൽ ക്രാമ്പ് വരാതിരിക്കുവാനുള്ള പ്രത്യേകം എക്സസൈസുകൾ, വെള്ളത്തിൽ താഴ്ന്ന ഒരാളെ രക്ഷിക്കുന്നതിനായി ക്രോസ് ക്യാരി മെത്തേഡ്, ചിൻ ക്യാരി മെത്തേഡ്, പരിശീലകർക്ക് ക്ഷീണം സംഭവിച്ചാൽ സർവൈവൽ ഫ്ലോട്ടിംഗ് ചെയ്ത് ജലോപരിതലത്തിൽ നിൽക്കുന്ന വിധം സഹപരിശീലകർ ചേർന്ന് വ്യക്തിയെ പുഷിംഗ്, പുള്ളിംഗ്, റെസ്ക്യൂ രീതിയിൽ കരക്കെത്തിക്കുന്ന വിധം ലൈഫ് സേവിംഗ് അപ്രോച്ച്, പെഡലിംഗ്, ത്രെഡിംഗ് എന്നീ രീതികളും പരിശീലിപ്പിക്കുന്നു.
കൂടാതെ ഇങ്ങനെ കരയിലെത്തിച്ച ആളിന് നൽകുന്ന പ്രഥമ ശുശ്രൂഷകളായ ശരീരത്തിലുള്ള വെള്ളം പുറത്തു കളയാൻ റിക്കവറി പൊസിഷൻ, ശ്വാസം നിലച്ച വ്യക്തിക്ക് CPR നൽകുന്ന വിധം, മുങ്ങുന്ന വ്യക്തിയെ കരയ്ക്കെത്തിക്കുന്ന വിധം എന്നീ പരിശീലനങ്ങളും നൽകി വരുന്നുണ്ട്. പരിശീലകരായി റോവർ ലീഡർ പ്രമോദ് കുമാർ, വനിതാ പരിശീലകയായി ഗോപിക എന്നിവരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ ജൈവ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാങ്കോലിൽ ജൈവ ചന്ത സംഘടിപ്പിച്ചു. കാങ്കോൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP സിധിൻ ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ ജൈവ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാങ്കോൽ K. രാജൻ സ്മാരക ടൗൺ സ്ക്വയറിൽ ജൈവ ചന്ത സംഘടിപ്പിച്ചു. കാങ്കോൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP സിധിൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ 2 തവണ ഇതുപോലെ ജൈവ ചന്ത ഒരുക്കിയിരുന്നു. മൂന്നാമത്തെ ഒരു കേന്ദ്രം എന്ന നിലയിലാണ് ഇവിടെ ഇങ്ങനെ ഒരു കേന്ദ്രം ഒരുക്കാൻ സന്നദ്ധരായിട്ടുള്ളത്. ഒന്നുതന്നെയായാലും ആളുകൾ വന്ന് ധൈര്യപൂർവ്വം ഈ സാധനങ്ങൾ വാങ്ങിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, കൃഷിയിലേക്ക് ആളുകൾ വരേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പുറമേ നിന്ന് വരുന്ന വിഷം നിറഞ്ഞ പച്ചക്കറികൾ നമ്മുടെ മാർക്കറ്റുകൾ കീഴടക്കുമ്പോൾ അതിനെ പരാജയപ്പെടുത്താൻ പാകത്തിലുള്ള ഒരു കാർഷിക സംസ്കാരം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം എന്ന സന്ദേശം നാട്ടിലാകെ പ്രചരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൃഷിയെ സംബന്ധിച്ച് വലിയ പാരമ്പര്യമുള്ളൊരു മണ്ണിൽ കൂട്ടായ്മകൾ രൂപപ്പെടുത്തി ജൈവ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാൻ സന്നദ്ധത താല്പര്യവും കാണിക്കുന്നത് ഏറെ അഭിമാനകരമാണ്. അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ചടങ്ങിൽ പഞ്ചായത്ത് അംഗവും കർഷക കൂട്ടായ്മ ചെയർമാനുമായ K. പങ്കജാക്ഷൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ PM വത്സല, P. രാധാകൃഷ്ണൻ, KB പവിത്രൻ, P. നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. കർഷക സംഘം ആലപ്പടമ്പ വെസ്റ്റ് വില്ലേജ് സമ്മേളനത്തോടനുബന്ധിച്ച് പോരാളി സംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P. ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് സമ്മേളനത്തോടനുബന്ധിച്ച് പോരാളി സംഘവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഏറ്റുകുടുക്കയിൽ വെച്ച് നടന്ന പരിപാടി കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ TK ശങ്കരൻ മാസ്റ്റർ അധ്യക്ഷനായി. ആലപ്പടമ്പിലെ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ, കർഷക സംഘം രൂപീകരണ ഘട്ടത്തിലെ ഭാരവാഹികളും പ്രധാന പ്രവർത്തകരുമായിരുന്നവരുടെ കുടുംബാംഗങ്ങൾ, 1972 മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചവർ എന്നിവരുടെ സംഗമവേദിയായി കൂടി പരിപാടി മാറി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. T. വിജയൻ, KP ഗോപാലൻ, P. ഗംഗാധരൻ, T. തമ്പാൻ, MV സുനിൽകുമാർ, V. രതീഷ്, K. ശ്രീയേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. കർഷക സംഘം പെരളം നോർത്ത് വില്ലേജ് സമ്മേളനം പുത്തൂർ ALP സ്കൂളിൽ നടന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം KP ഗോപാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനാവശ്യമായ നിയമ ഭേദഗതി നടത്തണമെന്ന് കർഷക സംഘം പെരളം നോർത്ത് വില്ലേജ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുത്തൂർ ALP സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം KP ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. T. കൃഷ്ണപൊതുവാൾ അധ്യക്ഷനായി. P. ഹരികുമാർ രക്തസാക്ഷി പ്രമേയവും K. പ്രകാശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. P. ദാമോദരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KV ബാലകൃഷ്ണൻ, T. പത്മാവതി, K. സന്തോഷ്, K. മധു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. DYFI പെരളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. നിരവധി യുവാക്കൾ ശ്രമദാനത്തിൽ പങ്കാളികളായി. DYFI പെരളം മേഖലാ കമ്മിറ്റിയുടെയും യൂത്ത് ബ്രിഗേഡിന്റെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കുഴുമൽ അമ്പലം മുതൽ വെരീക്കര വയൽ വരെയുള്ള ഭാഗമാണ് വൃത്തിയാക്കിയത്. റോഡിലുള്ള വെള്ളക്കെട്ട് നീക്കം ചെയ്യുകയും റോഡിലേക്ക് വീണ മരങ്ങൾ വെട്ടിമാറ്റി ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു. സംസ്ഥാന വ്യാപകമായി യൂത്ത് ബ്രിഗേഡ് വെള്ളക്കെട്ട് ശുചീകരണം സ്ഥലങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ കൊഴുമ്പൽ പ്രദേശത്ത് വളരെ രൂക്ഷമായ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അത് യൂത്ത് ബ്രിഗേഡ് ഇറങ്ങി എല്ലാം ശുചീകരിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
2 ദിവസമായി പെയ്യുന്ന മഴയിൽ വെള്ളത്തിൽ മുങ്ങി നാടും നഗരവും. ശക്തമായ മഴയിൽ പയ്യന്നൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. വീടുകളിലും റോഡുകളിലും വെള്ളം കയറിയതോടെ താമസവും യാത്രാ പ്രശ്നവും രൂക്ഷമായി. ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങൾ നഗരസഭാ അധികൃതർ സന്ദർശിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ ഏച്ചിക്കുന്ന് VCB ട്രാക്ടർ വേയുടെ ഉദ്ഘാടനം കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 96 ലക്ഷം രൂപ ചെലവിലാണ് ഏച്ചിക്കുന്ന് VCB ട്രാക്ടർ വേ നിർമ്മിച്ചത്. ജനതാദൾ മുൻ പാർലമെന്ററി ബോർഡ് ചെയർമാനും ഗ്രന്ഥശാല സംഘം മുൻ കൺട്രോൾ ബോർഡ് അംഗവുമായ P. കോരൻ മാസ്റ്ററുടെ 7ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ A. നീലലോഹിതദാസൻ നാടാർ ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിലെ കുഴികൾ അടക്കാതെ പൊതുമരാമത്ത് വകുപ്പ്. ഞായറാഴ്ച 10ഓളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. കുഴിയടച്ച് പ്രതിഷേധിച്ച നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.